ഇപ്പൊ നിങ്ങൾ കണ്ട ദൃശ്യങ്ങള് ബീഫ് ബിരിയാണി വാങ്ങാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നതോ അല്ലെങ്കിൽ ഈ പറയുന്ന പന്തിയിലേക്ക് നടന്നു കയറുന്നതോ ആയ ദൃശ്യങ്ങളല്ല, മറിച്ച് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് തീഹാർ ജയിലിലേക്ക് സഖാക്കളെ മാറ്റുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഏത് സഖാക്കളാണ്? കഴിഞ്ഞ ദിവസം EDയെ കൊല്ലാൻ ശ്രമം നടത്തിയ സഖാക്കള്, കഴിഞ്ഞ ദിവസം കേരളത്തിലുടനീളം അക്രമങ്ങൾ അയച്ചു വിട്ട സഖാക്കള് പൂജപ്പുര സെൻട്രൽ ജയിലിലായിരുന്നു. അവിടെ നിന്ന് തീഹാർ ജയിലിലേക്ക് കൊണ്ടുപോവുക. കാരണം എന്താ? കൈവച്ചത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെയാണ്. കൃമികീടങ്ങൾക്ക് തീഹാർ ജയിലിലെ ഇനി ഗോതമ്പ് റൊട്ടി അത് കഴിക്കാം, മനസ്സിലായില്ലേ? അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, തീഹാർ ജയിലിലേക്ക്. പ്രൊമോഷനാണ്, പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് തീഹാർ ജയിലിലേക്കുള്ള പ്രൊമോഷൻ. എന്നാൽ കൃമികീടങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് തെരുവിലിറങ്ങി അക്രമം അഴിച്ചു വിട്ടത്? ആർക്ക് വേണ്ടിയിട്ടാണ്? വീണ വിജയന് വേണ്ടിയിട്ട്, വീണമോൾക്ക് വേണ്ടിയിട്ട് തെരുവിലിറങ്ങിയ സഖാക്കൾ തീഹാർ ജയിലിലേക്ക് പ്രൊമോഷൻ. യല്ലറോ തീഹാർ ജയിലിലേക്കാണ് പ്രൊമോഷൻ നൽകിയിരിക്കുന്നത്. എന്നാൽ വീണ വിജയൻ ഇപ്പോ പിന്നെ കോഴിക്കോട്ടെ വീട്ടിലാ. ഏത് വീട്ടില്? മുഹമ്മദ് റിയാസിന്റെ വീട്ടിലാണുള്ളത്, കോഴിക്കോട്ടെ വീട്ടില്. അവിടെ എന്താ? അവിടെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് പള്ളിയിൽ നിന്ന് നല്ല സ്വയംഭൻ ബീഫ് കിട്ടിയിട്ടുണ്ട്, എല്ലാവരുടെ വീട്ടിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ബീഫിൻ്റെ പ്രത്യേകത എന്താ? വലിയ പ്രായമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഒരു നല്ല നല്ല മയമുള്ള, നല്ല പൂ പോലത്തെ, അധികം മൂപ്പില്ലാത്ത, നല്ല ടെൻഡർനെസ് ഉള്ള ബീഫ്. അപ്പോൾ ആ ബീഫ് കിട്ടിയിട്ടുണ്ട്. ആ ബീഫ് കൊണ്ട് വരട്ടിയിട്ടും പൊരിച്ചിട്ടും ഉലർത്തിയിട്ടും കറി വെച്ചിട്ടും ഒക്കെ നല്ല കുശാലായിട്ട് ശാപ്പാടടിക്കുകയാണ്. ആര്? വീണ വിജയൻ. എവിടെ? മുഹമ്മദ് റിയാസിന്റെ വീട്ടില്. സഖാക്കളോ? തെരുവിലിറങ്ങിയ സഖാക്കള് തീഹാർ ജയിലിലേക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്നിപ്പോൾ ഒരു റിപ്പോർട്ട് വരുന്നത് കണ്ടു. നമ്മൾ ഇന്നലെ സംസാരിച്ച കാര്യങ്ങൾ തന്നെയാണ് പുതിയ വാർത്തകൾ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇത് കൃത്യമായിട്ട് കഴിഞ്ഞ 10 വർഷക്കാലം ഏതൊക്കെ രീതിയിൽ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടോ, പിണറായി വിജയൻ എപ്പോഴൊക്കെ പ്രതിരോധത്തിലായിട്ടുണ്ടോ അന്നൊക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഒരു കടലാസുമായിട്ട് വരും. ആ കടലാസുമായി വന്നാൽ അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഒരു ക്ലീൻ സർട്ടിഫിക്കറ്റും കൊടുക്കും. എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ പ്രതിരോധത്തിലാവുമ്പോഴൊക്കെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, വെള്ള പൂശാൻ വേണ്ടിയിട്ട്, വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കഴിഞ്ഞ 10 വർഷക്കാലം വരുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ് സ്ഥിതി. ഇപ്പോൾ പിണറായി വിജയൻ കേരള സമൂഹത്തിന് മുന്നിൽ മാത്രമല്ല പ്രതിരോധത്തിലായിരിക്കുന്നത്, പാർട്ടിക്കകത്ത് പോലും പിണറായി വിജയൻ പ്രതിരോധത്തിലായി നിൽക്കുന്ന സമയത്ത് ഒരു ED അന്വേഷണം. എന്നിട്ട് പിണറായി വിജയൻ തന്നെ പറയാണ്, എന്നോട് ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല, എനിക്കെതിരെ അന്വേഷണങ്ങളൊന്നുമില്ല, ഞാൻ ആ വീട്ടിലുണ്ടായിരുന്നു റെയ്ഡ് നടക്കുമ്പോൾ, വീണയോടാണ് ചോദ്യങ്ങൾ ചോദിച്ചതും വീണയ്ക്കെതിരെയാണ് അന്വേഷണം നടക്കുന്നതും. അപ്പം ഇത് കണ്ടിട്ടാണ് സഖാക്കള് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അക്രമം അഴിച്ചു വിട്ടത്. എന്താണെങ്കിലും സഖാക്കള് മൂഞ്ചി, നല്ല ഒന്നാം തരം മൂഞ്ചല് സഖാക്കള് മൂഞ്ചി. പിടിച്ച ഇനങ്ങളെല്ലാവർക്കും ഇപ്പൊ തീഹാർ ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത്. വീണമോള് പള്ളിയിൽ നിന്ന് കിട്ടിയ ബീഫും കൂട്ടിയിട്ട് നല്ല ശാപ്പാട് അടിച്ചു കൊണ്ടിരിക്കുകയാണ്. രാവിലെ പത്തിരിയും ബീഫും. അതങ്ങനെയാണ്. പള്ളി ഇപ്പോൾ പെരുന്നാളായി കഴിഞ്ഞാൽ, ഈ ബലി പെരുന്നാളിൻ്റെ സമയത്ത് വീടുകളിൽ കുറച്ച് ദിവസം ബീഫ് തന്നെ ആയിരിക്കും. രാവിലെ, ഉച്ചക്കും, വൈകുന്നേരവും എല്ലാ സമയത്തും ബീഫ്. അത് പല വിധത്തിൽ ഏതൊക്കെ രീതിയിലാണ്? ചിലപ്പോൾ കറി, ചിലപ്പോൾ ഉലർത്തിയത്, ചിലപ്പോൾ ഫ്രൈ, ചിലപ്പോൾ ഡീപ്പ് ഫ്രൈ, ചിലപ്പോൾ BDF, ചിലപ്പോൾ കുറുമ, അങ്ങനെ പല വിധത്തിൽ ബീഫിനെ കൊണ്ട് തന്നെ കളി.
തിരിഞ്ഞാലും മറിഞ്ഞാലും ബീഫ്. ചില ആൾക്കാർ ബീഫ് അച്ചാറിടുന്നു, ചില ആൾക്കാർ ബീഫ് ചമ്മന്തി അരക്കുന്നു, അങ്ങനെ പല വിധം ബീഫ് തന്നെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ബീഫ്, ഉച്ചക്കും ബീഫ്, രാത്രിയും ബീഫ്. ഊഫ്, പെരുന്നാളായ പിന്നെ വലിയ സന്തോഷമാണ്. ബീഫിനെ കൊണ്ട് വലിയ കളികളാണ്. അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് മറിച്ച്, അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി, ഒന്നും പറയണ്ട. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ അതും കൂട്ടിയിട്ട് വീണ വിജയന് റിയാസിൻ്റെ വീട്ടിലിരുന്ന് നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. സഖാക്കൾ തീഹാറിലേക്കുള്ള യാത്രാ മധ്യയിലാണ്. പ്രമോഷനാണ്. തിരുവനന്തപുരം സെൻട്രൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് തീഹാർ ജയിലിലേക്ക്. എടോ അന്തം കമ്മികളെ, നിങ്ങൾക്ക് ഇപ്പോഴും ബോധം വന്നിട്ടില്ല. നിങ്ങളെ പിരികേറ്റി, നിങ്ങളെ മൂട്ടിന് തീ കൊളുത്തിയിട്ട്, നിങ്ങളെ നേതാക്കന്മാർ നിങ്ങളെ തെരുവിലിറക്കി, നിങ്ങളെ അക്രമാസക്തരാക്കി, നിങ്ങളെ കൊണ്ട് കല്ലെടുത്തെറിയിപ്പിച്ചു, നിങ്ങളെ കൊണ്ട് കഷ്ടിക കല്ല് കൊണ്ട് വണ്ടിയുടെ ചില്ലടിച്ച് പൊട്ടിച്ചു, നിങ്ങളെ കൊണ്ട് മുട്ടയേറി നടത്തിപ്പിച്ചു, ഒക്കെ ചെയ്തിട്ട് ഗോവിന്ദൻ എന്തെങ്കിലും പ്രശ്നമുണ്ടാ? ജയരാജന്മാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാ? ശിവൻകുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാ? ശിവൻകുട്ടിയുടെ മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാ? ഗോവിന്ദന്റെ മകൻ എന്തെങ്കിലും പ്രശ്നമുണ്ടാ? ഗോവിന്ദന്റെ മകനെ നിങ്ങൾ ഏതെങ്കിലും സമരവേദികളിൽ കണ്ടിട്ടുണ്ടോ? ശിവൻകുട്ടിയുടെ മകനെ ഏതെങ്കിലും സമരവേദികളിൽ കണ്ടിട്ടുണ്ടോ? ഈ പിണറായി വിജയന്റെ മക്കള്, വീണ അടക്കമുള്ള മക്കള് മുൻകാലങ്ങളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും സമരവേദികളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവരൊക്കെ എവിടെയായിരുന്നു? ഇവരൊക്കെ വീണ വിജയന്റെ പേരിൽ 242 അക്കൗണ്ടുകളാണ്. 242 ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്ന പരിപാടിയിലായിരുന്നു, അതിൻ്റെ പണിപ്പുരയിലായിരുന്നു വീണ വിജയൻ ഉണ്ടായിരുന്നത്. എന്നാൽ സഖാക്കൾ തീഹാർ ജയിലിലേക്കുള്ള യാത്രയിൽ അന്തംകമ്മികൾക്ക് ഇപ്പോഴും ബോധം വന്നിട്ടില്ല. മനസ്സിലായില്ലേ? അന്തംകമ്മികൾ തീഹാർ ജയിലിലേക്ക് പോവുകയാണ്. എന്നാൽ വീണ വിജയനോ 242 എങ്ങനെയാണ് വർദ്ധിപ്പിക്കുക എന്നുള്ള ചിന്തയിലാണ്. അക്കൗണ്ട് മാത്രമല്ല, മിക്ക ബാങ്കുകളിലും, ഈ അക്കൗണ്ടുള്ള മിക്ക ബാങ്കുകളിലും ലോക്കർ അടക്കം വീണ വിജയന്റെ പേരിലുണ്ട്. സഖാക്കൾക്ക്, ഈ ജയിലിൽ പോയ സഖാക്കൾ ഏതെങ്കിലും ഒരു ബാങ്കിൽ ലോക്കറുണ്ടാ? ഏതെങ്കിലും ഒന്നിനുണ്ടാ? അപ്പോൾ വളരെ കൃത്യമാണല്ലോ കാര്യങ്ങൾ. സഖാക്കള് ഇനി തീഹാർ ജയിലിലെ പരിപ്പും റൊട്ടിയും കഴിക്കും. വീണ വിജയന് മുഹമ്മദ് റിയാസിന്റെ വീട്ടിലിരുന്നിട്ട് പള്ളിയിൽ നിന്ന് കിട്ടിയ ബീഫും ഒന്നും പറയണ്ട. പിന്നെ കോഴിക്കോടായതുകൊണ്ട് ബീഫിൻ്റെ പല വെറൈറ്റികളായിരിക്കും അല്ലേ? ഭക്ഷണക്കാര്യത്തിൽ കോഴിക്കോട് അങ്ങനെയാണല്ലോ. അപ്പോൾ കോഴിക്കോടായതുകൊണ്ട് ബീഫിൻ്റെ പല വെറൈറ്റികളായിരിക്കും. എന്താണെങ്കിലും സഖാക്കൾ തീഹാർ ജയിലിലേക്ക്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം ഈ പ്രശ്നം വേണ്ട, ഇങ്ങനെ ഒരു റെയ്ഡിൻ്റെ കാര്യം അതിന് മുമ്പത്തെ സമയം നിങ്ങളെടുത്തോ? അതിന് മുമ്പഴത്തെ സമയം എടുത്തോ? ഇപ്പോൾ ആകെ ഈ റെയ്ഡിൻ്റെ സമയത്ത് നമ്മൾ കണ്ട ഒരാൾ എന്ന് പറയുന്നത് കോടിയേരി ബാലകൃഷ്ണൻ സഖാവിൻ്റെ മകനാണ് അല്ലേ? ഞാൻ ഇന്നലെ നിങ്ങളുമായിട്ട് പങ്കുവെച്ച ഒരു വീഡിയോയിൽ നിങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കോടിയേരി സഖാവ് 2020 ബിനീഷ് കോടിയേരിക്കെതിരെ ഇതേ രീതിയിലുള്ള അന്വേഷണം ഉണ്ടായപ്പോൾ അന്ന് പറഞ്ഞ വാക്കുകൾ അല്ലേ? അപ്പോൾ അന്ന് CPM ആരെങ്കിലും തെരുവിലിറങ്ങിയോ? ആരെങ്കിലും വന്നിട്ടില്ല. ഇന്നിപ്പോൾ എന്താ? പാർട്ടി പ്രവർത്തകരെ ഇറക്കിയിട്ട് അക്രമം ഉണ്ടാക്കുക. ആർക്ക് വേണ്ടിയിട്ട്? വീണ വിജയന് വേണ്ടിയിട്ട്. സഖാക്കൾ കേരളത്തിൽ ഉടനീളം ഒരുപാട് സമരങ്ങളും പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ടല്ലോ കഴിഞ്ഞ കാലങ്ങളിൽ. ഈ കാലങ്ങളിൽ അത്രയും എവിടെയെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾ വീണ വിജയനെയോ വിവേക് കിരണെയോ അല്ലെങ്കിൽ ശിവൻകുട്ടിയുടെ മകനെയോ അല്ലെങ്കിൽ ഗോവിന്ദൻ്റെ മകനെയോ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ബിനീഷ് കോടിയേരി ഇന്നലെ വന്നിട്ട് അവിടെ ആ നാടകം കളിക്കാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ റെയ്ഡിനെ കുറിച്ചുള്ള സൂചനകളും അറിവുകളും ബിനീഷ് കോടിയേരിക്ക് ഇതിന് മുൻപേ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താ? ബിനീഷ് കോടിയേരിയുടെ പാർട്ട്ണർ ഷോൺ ജോർജാണ്. ഷോൺ ജോർജിൻ്റെ കാര്യങ്ങളിൽ പല കാര്യങ്ങളും, എസ്പെഷ്യലി ഇത്തരം കാര്യങ്ങളിൽ ബിനീഷ് കോടിയേരിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ റെയ്ഡ് നടന്നതിന് തൊട്ട് പിന്നാലെ വന്ന ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ബിനീഷ് കോടിയേരിയുടെ മെമ്പർഷിപ്പ് പുതുക്കി കൊടുത്തു അല്ലേ? റെയ്ഡിന് മുമ്പ് വരെ പറഞ്ഞത് എന്താണ്? ബിനീഷ് കോടിയേരിയുടെ മെമ്പർഷിപ്പ് പുതുക്കുന്നതിനെ കുറിച്ച് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് എന്താണ്? ഗോവിന്ദൻ പറഞ്ഞത് അതായിട്ടില്ല. ഗോവിന്ദൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ദിവസം ബിനീഷ് കോടിയേരി ഫേസ്ബുക്കിലിട്ട കുറിപ്പടക്കം പരിശോധിച്ചിട്ട് കൊടുക്കുന്ന, അത് പരിശോധിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇന്നലെ റെയ്ഡിന് മുന്നിൽ വന്ന് നിന്നതോടുകൂടി
ഗോവിന്ദൻ എന്താക്കി, കൊടുക്ക് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ ബിനീഷ് കോടിയേരി വന്നത് പിണറായി വിജയനോടുള്ള ആത്മാർത്ഥത ഉണ്ടായിട്ടല്ല. ബിനീഷ് കോടിയേരിക്ക് തൻ്റെ മെമ്പർഷിപ്പ് ഒന്ന് പുതുക്കി കിട്ടണമായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ബിനീഷ് കോടിയേരി ലക്ഷ്യമിടുന്നത് പലതും ലക്ഷ്യമിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബിനീഷ് കോടിയേരി മെമ്പർഷിപ്പ് പുതുക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടുകൾ അത്രയും നടത്തിയത് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന ഗോവിന്ദനാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും ശിവൻകുട്ടിയാണെങ്കിലും ജയരാജന്മാരാണെങ്കിലും ആരാണെങ്കിലും ഇവരുടെ മക്കളെയൊന്നും നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. ആകെ കണ്ടിട്ടുണ്ടാവുക പി ജയരാജൻ്റെ മകൻ സോഷ്യൽ മീഡിയയിലെ ക്രിമികീടാണ്. കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അതിനപ്പുറത്തേക്ക് ഇവരുടെ മിക്കവാറും ആളുകൾ കേരളത്തിൽ പഠിച്ചിട്ടില്ല, വിദേശ വിദ്യാഭ്യാസങ്ങൾ നേടിയവനാണ്. അവരൊക്കെ വിദേശത്ത് സെറ്റിൽഡാണ്, വിദേശത്താണ് ജോലിയും ബിസിനസ്സും ബിനാമി ബിസിനസ്സും ഒക്കെയുള്ളത് വിദേശങ്ങളിലാണ് ഒക്കെയാണ്. എന്നാൽ സഖാക്കളോ, കല്ലെടുത്തടിച്ചവനും കല്ലെടുത്തെറിഞ്ഞവനും മുട്ടയെറിഞ്ഞവനുമൊക്കെ തീഹാർ ജയിലിലേക്ക്. എങ്ങനെയുണ്ട് പരിപാടി? അന്തംഗമ്മികളെ, നിങ്ങൾക്ക് ഇപ്പോഴും ബോധം വന്നിട്ടില്ല. മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ ഇറക്കിയ നമ്പറായിരുന്നു ഇത്. പിണറായി വിജയൻ എന്തേ ഈ പറഞ്ഞ രണ്ടാമത്തെ ദിവസം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പിണറായി വിജയൻ പറഞ്ഞല്ലോ, എനിക്കെതിരെയല്ല അന്വേഷണം, എനിക്കെതിരെയല്ല, എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല, എനിക്കെതിരെ അന്വേഷണങ്ങളില്ല, അന്വേഷണം വീണക്കെതിരെയാണെന്ന്. എന്തേ ഈ കാര്യം പിണറായി വിജയൻ അന്ന് ആ റെയ്ഡ് നടന്ന ദിവസം മാധ്യമങ്ങളെ കണ്ടിരുന്നല്ലോ, അന്നെന്തേ ഇത് പറയാതിരുന്നത്? അപ്പോൾ അന്ന് പറഞ്ഞാൽ കാര്യം ജനങ്ങൾക്ക് ബോധ്യങ്ങൾ വരും. മനസ്സിലായില്ലേ? അപ്പോൾ വളരെ കൃത്യമായിട്ട് സഖാക്കന്മാരെ പിണറായി വീണ്ടും പട്ടനാക്കിക്കൊണ്ടിരിക്കുക. കാരണം പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന്, ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന്, ഏരിയ കമ്മിറ്റിയിൽ നിന്ന്, ജില്ലാ കമ്മിറ്റിയിൽ നിന്ന്, സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നടക്കം പിണറായി വിജയനെതിരെ വലിയ വിമർശനങ്ങളും പിണറായി വിജയനെതിരെയുള്ള വികാരങ്ങളുമാണ് ഉയർന്നു കേൾക്കുന്നത്. വിജയൻ MLA സ്ഥാനത്തിരിക്കാൻ പോലും അർഹനല്ല എന്ന് പാർട്ടി കമ്മിറ്റികൾ പറയുന്ന ഘട്ടത്തിലേക്ക് വരുമ്പോൾ അതിനെ മറികടക്കണം. ഇപ്പോൾ ഒരു പാർട്ടി കമ്മിറ്റിയിലും ഒരു ചർച്ചയും നടക്കുന്നില്ല. ഇപ്പോൾ ചർച്ചകൾ മൊത്തം ED ആണ്. എന്നാൽ ED റെയ്ഡ് പിണറായി വിജയനെതിരെയാണോ? നെവർ എവർ. അത് വീണ വിജയനെതിരെയാണ്. മനസ്സിലായില്ലേ? കൃത്യമാണല്ലോ കാര്യങ്ങൾ. അപ്പോൾ ഈ റെയ്ഡും ഇവിടെ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കമ്പനീസ് ആക്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വീണയുടെ കമ്പനിയുടെ അഡ്രസ്സ് എന്ന് പറയുന്നത് AKG സെൻറ്റർ പാളയം എന്നാണ്, തിരുവനന്തപുരം അല്ലേ? എന്തുകൊണ്ട് AKG സെൻറ്ററിൽ റെയ്ഡ് ഉണ്ടായില്ല? ഇത് പിണറായി വിജയനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് മോഡി നടത്തിയ ഒരു നാടകമാണ്. എന്നിട്ട് പിണറായി വിജയൻ ഈ റെയ്ഡ് കഴിഞ്ഞിട്ട് പറഞ്ഞത് എന്താ? രാഹുൽ ഗാന്ധിക്കെതിരെ, കോൺഗ്രസിനെതിരെ, VD സതീശനെതിരെ അല്ലേ? കൃത്യമാണല്ലോ. നരേന്ദ്രമോദിക്കെതിരെയും BJPക്കെതിരെയും കമാ എന്നൊരക്ഷരം പിണറായി വിജയൻ മിണ്ടിയിട്ടില്ല. എന്തുകൊണ്ടാ? ഇപ്പോഴും നരേന്ദ്രമോദിയെയും BJPയുടെയും വക്താവായിട്ടാണ് പിണറായി വിജയൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്.